ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കൊണ്ടുള്ള ഒരു കട്ട്ലൈറ്റാണ്. അതിനാവശ്യമായ ചേരുവകൾ: ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത്, ബീഫ് ഉപ്പ് മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഒരു സവാള. ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് കറിവേപ്പില, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇട്ട് ഇളക്കി നല്ലപോലെ അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് യോജിപ്പിച്ച് നല്ലപോലെ അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുക. ബീഫ് മിക്സിയിൽ നല്ലപോലെ പൊടിച്ചെടുക്കുക. അതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ സവോളയുടെ മിക്സും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മിക്സ് എത്തുന്നതുവരെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് ഉരുട്ടിയെടുക്കാം, പരത്തിയെടുക്കുക. അതിനുശേഷം കുറച്ച് സമയം നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായത് കോഴിമുട്ട, റസ്ക് പൊടി അല്ലെങ്കിൽ ബ്രെഡ് പൊടി, അത് തയ്യാറാക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് ആവശ്യത്തിന് കട്ട്ലൈറ്റ് മുങ്ങാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കട്ട്ലൈറ്റ് ആദ്യം കോഴിമുട്ടയുടെ ഡിപ്പിലേക്ക് മുക്കുക. അതിനുശേഷം അത് വീണ്ടും നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ആ റസ്ക് പൊടിയിലേക്കും കൂടി ഡിപ്പ് ചെയ്തതിന് ശേഷം തിളച്ച വെളിച്ചെണ്ണയിലേക്ക് കട്ട്ലൈറ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു ഭാഗം നല്ല പോലെ മൊരിഞ്ഞതിന് ശേഷം അത് തിരിച്ചിട്ട് വേവിക്കുക. അങ്ങനെ അത് തിരിച്ചും മറിച്ചുമിട്ട് നല്ല ക്രിസ്പി ആകുന്നത് വരെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് അത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ രുചികരമായ ഒരു കട്ട്ലൈറ്റ് നമുക്ക് തയ്യാറാക്കുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.